അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ജനനിബിഡമായ മദീന അങ്ങാടിയിൽ വിദേശിയായ ഒരു കർഷക വ്യാപാരി വന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ കാണുവാനും വാങ്ങുവാനും എല്ലാം ഒരുപാട് ആൾക്കാർ ചുറ്റും തടിച്ചുകൂടിയിട്ടുണ്ട്. ഇടക്ക് വ്യാപാരി ചുറ്റുഭാഗവും നിൽക്കുന്ന ആൾക്കാരോട് ചോദിച്ചു, നിങ്ങളിൽ ആരാണ് കഅബ് ബിൻ മാലിക് എന്ന് പറയുന്ന ആളെ അറിയുക? ചോദ്യം കേട്ടതും അല്ലെങ്കിൽ കർഷക വ്യാപാരി ആ ചോദ്യം ചോദിച്ചതും തല താഴ്ത്തിപ്പിടിച്ചുകൊണ്ട്, ആരും മിണ്ടാത്തതിനാലുള്ള വേദന മനസ്സിൽ അടക്കി പിടിച്ചുകൊണ്ട് ആ സ്ഥലത്തിലൂടെ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കടന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരോ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, അതാ നിങ്ങൾ ചോദിച്ച ആള് ആ പോകുന്ന ആളാണ്. ഉടനെ കർഷക വ്യാപാരി കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തെത്തി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മടിക്കുത്തിൽ നിന്ന് ഒരു കത്തെടുത്ത് നീട്ടി. ഇതെന്താ കഥ എന്നറിയാതെ അന്താളിച്ച് നിന്നുപോയ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കത്ത് വായിച്ചു. കത്ത് ഗസാൻ രാജാവിൻ്റേതാണ്. കത്തിൽ എഴുതിയിരിക്കുകയാണ്, കഅബ് ബിൻ മാലിക്, താങ്കളുടെ നേതാവായ മുഹമ്മദ് ഉപരോധിച്ചിരിക്കുന്നു എന്ന വാർത്ത ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. താങ്കൾ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല, താങ്കൾ ഒരിക്കലും പ്രയാസപ്പെടേണ്ടതില്ല. ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. ഫൽഹഖ് ബിന നുവാസിഖ്, അതുകൊണ്ട് ഞങ്ങളുടെ അടുക്കലേക്ക് വരൂ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാം. നോക്കൂ, പരീക്ഷണം എത്രമാത്രം കഠിനമായി തീരുകയാണ് ഇവിടെ. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തനിക്ക് കിട്ടിയിരിക്കുന്നത് വലിയ ഒരു അവസരമാണ് എന്ന് കരുതുന്നില്ല. ഗസാൻ രാജാവിൻ്റെ ക്ഷണം സ്വീകരിക്കാൻ ഒരിക്കലും ആലോചിക്കുന്നില്ല. അദ്ദേഹം മനസ്സിൽ പറഞ്ഞത് അല്ലാഹുവാണ് സത്യം, ഇത് മറ്റൊരു പരീക്ഷണമാണ്. അദ്ദേഹം ആ കത്ത് ചുരുട്ടി മടക്കി വീട്ടിലേക്ക് നടന്നു. നേരെ അത് അടുപ്പിലേക്ക് എറിഞ്ഞു. ഇങ്ങനെയുള്ള വിവിധങ്ങളാകുന്ന പരീക്ഷണങ്ങൾക്കായിരുന്നു അവർ വിധേയരായത്. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ, എല്ലാ പരീക്ഷണങ്ങളുടെ മുമ്പിലും അചഞ്ചലരായി നിന്നതുകൊണ്ട് അല്ലാഹു അവരുടെ തൗബ സ്വീകരിച്ചു. സൂറത്തു തൗബയുടെ 118 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിവരം നബിയെ അറിയിച്ചു. വഅല സലാസതി അല്ലദീന ഖുല്ലിഫു എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ആയത്തിലൂടെ ആ 3 പേരുടെ മേലിലും നാം തൗബയെ സ്വീകരിച്ചിരിക്കുന്നു എന്നറിയിച്ചു. വലിയ സന്തോഷമുണ്ടായ ഒരു മുഹൂർത്തമായിരുന്നു അത്. ഈ 3 പേർക്കും മാത്രമല്ല, മദീനയിലെ മുസ്ലിമീങ്ങൾക്ക് മുഴുവനും വലിയ സന്തോഷമുണ്ടായ സന്ദർഭം. കാരണം ഇസ്ലാമിക സമൂഹത്തിലെ ജീവിതക്രമം അങ്ങനെയാണ്. ഒരാൾ ഒറ്റയ്ക്ക് ജീവിക്കുകയല്ല അവിടെ ചെയ്യുന്നത്. എല്ലാവരും ചേർന്ന് ഏകോദര സഹോദരങ്ങളായി പരസ്പരം കൊണ്ടും കൊടുത്തും സന്തോഷിച്ചും സന്തോഷിപ്പിച്ചും മുസ്ലിമീങ്ങൾ ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് ഒരാൾ വിട്ടു നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ, ഒരു കണ്ണി പൊട്ടിപ്പോകുന്ന ഒരു സാഹചര്യം വന്നാൽ, അത് തീർച്ചയായും അസഹനീയം തന്നെയാണ്. മഹാനായ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, മുറാറത്ത് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു, ഹിലാൽ ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹു, അവരൊക്കെ ശ്രേഷ്ഠരായ സഹാബിമാരാണ്. എല്ലാവർക്കും വേണ്ടപ്പെട്ടവരാണ്, എല്ലാവർക്കും വിശ്വാസമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ തൗബ അല്ലാഹു സ്വീകരിച്ചു എന്നത് മദീനയിലെ ആബാലവൃദ്ധം ജനങ്ങളെയും സന്തോഷിപ്പിക്കുകയുണ്ടായി. ഇതാണ് ഹിജറ 9 നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവം. പിന്നെ
വേറെയും ചില സംഭവങ്ങൾ ഉണ്ടായി. ആ സംഭവങ്ങളെല്ലാം പറയാൻ മാത്രം നമ്മുടെ സമയം വിശാലമല്ല. എന്നാലും തീർച്ചയായും നാം പറയേണ്ടതും കേൾക്കേണ്ടതുമായ ചില കാര്യങ്ങൾ അതിൽ നിന്ന് പറയാം. ഒന്നാമത്തേത്, ഹിജ്റ 9-ാം വർഷത്തിലായിരുന്നു നജാഷി രാജാവിൻ്റെ മരണം. നജാഷി രാജാവിനെ കുറിച്ച് നാം മുൻ അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നീതിമാനായ ഭരണാധികാരി എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു നജാഷി രാജാവ്. അദ്ദേഹം ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് പീഡനങ്ങളും താഡനങ്ങളും അനുഭവിക്കുന്ന സഹാബികൾക്ക് തൻ്റെ സ്വന്തം നാട്ടിൽ സുരക്ഷ ഒരുക്കിയ മഹാനായൊരു ഭരണാധികാരിയായിരുന്നു. മാത്രമല്ല, നബിയുടെ സന്ദേശം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. നബി ആ സന്ദേശത്തിലൂടെ അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. അദ്ദേഹം അതനുസരിച്ച് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത, അദ്ദേഹം നബിയെ കണ്ടിട്ടില്ല, അദ്ദേഹം മദീനയിൽ ഒരിക്കലും വന്നിട്ടില്ല. പക്ഷേ അദ്ദേഹം മരിച്ച വിവരം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ അറിഞ്ഞു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നജാഷി രാജാവിൻ്റെ മേലിൽ മയ്യിത്ത് നിസ്കരിക്കുകയും ചെയ്യുകയുണ്ടായി. ഇത് ഹിജ്റ 9-ൽ നടന്ന മറ്റൊരു സംഭവമാണ്. ഹിജ്റ 9-ൽ നടന്ന മറ്റൊരു സംഭവം, മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട 3-ാമത്തെ മകൾ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹായുടെ വഫാത്തായിരുന്നു. റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ ഹിജ്റ 2-ാം വർഷം വഫാത്തായതിനു ശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തന്നെയായിരുന്നു ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹായെയും വിവാഹം ചെയ്തത് നമുക്കറിയാം. അവർ സന്തോഷത്തോടെ ജീവിച്ച് വരികയായിരുന്നു. അതിനിടയിലായിരുന്നു ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ രോഗിണിയായി തീർന്നതും ആ പരിശുദ്ധമായ ജീവിതം അവസാനിച്ചതും. നബിയെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയും ദുഃഖവും ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു അത്. സ്വന്തം മകൾ മരിക്കുമ്പോൾ ഏത് പിതാവിൻ്റെയും മനസ്സ് ഇളകിപ്പോകും, എത്ര പ്രായം ചെന്ന് മരിക്കുകയാണെങ്കിലും. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അതിലേറെ വലിയ വിഷമത്തിലൂടെയാണ് കടന്നു പോന്നിരുന്നത്. ആ വിഷമം കണ്ടുകൊണ്ട് പിന്നാലെ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലോടിക്കൊണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് അന്ന് പറഞ്ഞ ഒരു വാചകമുണ്ട്. അത് ചരിത്രം പഠിക്കുന്നവർ തീർച്ചയായും മനസ്സിൽ കൊത്തിവെക്കേണ്ട വാചകമാണ്. നബി ആശ്വസിപ്പിച്ചുകൊണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു, ലൗ കാനത് ഇൻദനാ സാലിസതൻ ലസവജ്നാകഹ. എനിക്ക് ഇനിയും വിഭർത്തൃമതിയായ ഒരു മകൾ ഉണ്ടായിരുന്നുവെങ്കിൽ താങ്കൾക്ക് തന്നെ ഉസ്മാൻ ഞാൻ അവളെ വിവാഹം ചെയ്ത് തരുമായിരുന്നു എന്ന്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുന്ന സ്ഥാനമാനങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.